ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? ചക്കപ്പഴം വെച്ചുണ്ടാക്കാം. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണല്ലേ, അപ്പോൾ എല്ലായിടത്തും ചക്കപ്പഴം കിട്ടുകയും ചെയ്യുമല്ലോ. അത് തന്നെയല്ലേ, ഇത് വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പാത്രം അടുപ്പിൽ വെച്ചു, തീ കത്തിച്ചു. നമുക്ക് അടിക്കട്ടിയുള്ള ഏത് പാത്രത്തിലും ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത് ഉരുളി ചൂടാകുമ്പം നെയ്യ് ഒഴിച്ച് നമ്മൾ ആദ്യം വറുത്ത് വരാനുള്ള പായസത്തിന് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് വരുമല്ലോ. അപ്പോൾ അത് വറുത്ത് വരാനുള്ള അത് കോരിയെടുക്കാം. അപ്പം ഞാൻ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇതിനകത്തിട്ട് വറുത്ത് പോരാം. ഞാൻ 1 ഗ്ലാസ് ചക്കപ്പഴത്തിനാണ് ഉണ്ടാക്കുന്നത്. അത് ചക്കപ്പഴം കൂഴച്ചക്ക നമ്മൾ അതിൻ്റെ നാരെല്ലാം കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത 1 ഗ്ലാസ് ചക്കപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ളതാണ് ഇപ്പോൾ ഇടുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് വറുത്ത് പോരാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചിടാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിനകത്തേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇടാം. ഇതുമായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ ചക്കപ്പഴം അരിച്ചെടുത്തത്, ഞാനിപ്പം ഈ സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുത്തേക്കുന്നത്. ഈ ഗ്ലാസ്സിനാണ് അളവെല്ലാം എടുത്തേക്കുന്നത്. അപ്പം ഈ 1 ഗ്ലാസ്സിന് ചക്കപ്പഴം ഞാൻ ഈ നെയ്യിലേക്ക് ഇടുക. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ നെയ്യെല്ലാം ചക്കപ്പഴത്തിലേക്ക് നന്നായിട്ട് പിടിച്ച് വരണ്ട് വരും. വളരെ ഈസി ആയത് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്, പിന്നെ അതുപോലെ ഹെൽത്തിയുമാണ്. അതുപോലെ ചക്കപ്പഴം നമ്മൾ കുറച്ചെടുത്ത് വേവിച്ച് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പായസം, അതുപോലെ ചക്ക വെച്ചിട്ടുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും. കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പം നമ്മൾ തീ കുറച്ചിട്ടിട്ട് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിനകത്ത് ഈ നെയ്യെല്ലാം ഇതിനകത്തേക്ക് പറ്റി വരാനായിട്ട്. വരിക്കച്ചക്ക വെച്ചും ഉണ്ടാക്കാം. വരിക്കച്ചക്ക ഇതുവരെ നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം എന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ കൂഴച്ചക്ക വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ചേർക്കാം. ശർക്കര ഞാനിവിടെ ഉരുക്കി അരിച്ച് എടുത്തേക്കുവാണ്. അപ്പോൾ 1 ഗ്ലാസ് ചക്കപ്പഴത്തിന് ഞാൻ ഒരു ചെറിയ ഉണ്ട ശർക്കര പാനിയാക്കിയതാണ് എടുക്കുന്നത്. മധുരമൊക്കെ അവനവൻ്റെ ആവശ്യത്തിന്. ഇപ്പം ചില ചക്കയ്ക്ക് നല്ല മധുരമാണെങ്കിൽ ശർക്കര കുറച്ച് ചേർത്താൽ മതി. മധുരം കുറവാണെങ്കിൽ അതനുസരിച്ച് കൂട്ടി ചേർക്കുക. ഞാനിപ്പോൾ ഈ 1 ഗ്ലാസ് ചക്കപ്പഴത്തിന് ഒരു ചെറിയ ഉണ്ട പാനിയാക്കിയത് ഒഴിക്കാൻ പോകുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വയ്ക്കാം. ശർക്കര നന്നായിട്ട് ചക്കയായിട്ട് പറ്റി കുറുകി വരണം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനൊരു 1.5 മുറി തേങ്ങയുടെ പാലെടുത്തേക്കുന്നത്. ചെറിയ തേങ്ങയാണെങ്കിൽ 2 എടുത്താലും കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം മുഴുത്ത തേങ്ങ ആയതുകൊണ്ട് ഒരു 1.5 മുറി തേങ്ങയുടെ പാലെടുത്തേക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ പാല് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഒന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ ഒരുമാതിരി തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൗവരി ചേർക്കണം. ഞാൻ 1 ഗ്ലാസ് ചക്കപ്പഴം എടുത്ത് ആ ഗ്ലാസിൻ്റെ പകുതി ചൗവരി ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ആ ചൗവരി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുക.
ചകിരി നമ്മൾ വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. 1/2 ഗ്ലാസ് ചകിരി 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് ചക്കപ്പഴത്തിൻ്റെ കൂട്ടുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. ചൗവരിക്ക് പകരം ഈ സേമിയ, റോസ്റ്റ് ചെയ്ത സേമിയ വേവിച്ചിട്ട് ഇതുപോലെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കട്ടയെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇന്നും ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. ചൗവരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കണം, കാരണം ഇത് അടിയിൽ പെട്ടെന്ന് പിടിക്കും ചൗവരി. ഇപ്പോൾ ഇതിവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മൾ എടുത്തു വെച്ച ആദ്യത്തെ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഒരു പിഞ്ച് ഉപ്പ് നമുക്കൊന്ന് ആഡ് ചെയ്യാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 1/2 ടീസ്പൂൺ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പയ്യെ തിള വന്നു തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ച് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് വെച്ചത് നമ്മൾ ഇടുക. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇതിന് സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.